നമ്മുടെ കൊട്ടാരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ? ഇല്ല പ്രഭു, ഞങ്ങൾക്ക് സുഖകരമായ വിശ്രമം ലഭിച്ചു. മഹാരാജൻ, ഈ സ്നേഹത്തിനും കടപ്പാടിനും ഞങ്ങൾ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. വിജ്ഞാനികളായ നിങ്ങളെ നമ്മുടെ അതിഥികളായി ലഭിച്ചതിൽ നമുക്ക് മതിയായ സന്തോഷമുണ്ട്. ഇനിയും നിങ്ങളെ സഹായിക്കാനാണ് നമ്മുടെ ഉദ്ദേശവും. ആ ശിശു ജനിച്ചിരിക്കുന്നത് ബെത്ലഹേമിലാണ്. നിങ്ങൾക്കുടൻ തന്നെ അവനെ പോയി നമസ്കരിക്കാം. പക്ഷെ ഒരു കാര്യം, ആ ശിശുവിനെ കണ്ട് നമസ്കരിച്ച ശേഷം 3 പേരും തിരികെ കൊട്ടാരത്തിലെത്തണം. നമുക്കും ആ കുഞ്ഞിനെ പോയി നമസ്കരിക്കേണ്ടതുണ്ട്. വിലയേറിയ വിവരങ്ങൾ ഞങ്ങൾക്ക് നൽകിയതിന് നന്ദിയുണ്ട്. ഞങ്ങളുടെ കൈവശമുള്ള പൊന്നും ഊരും കുന്തിരിക്കവും ആ കുഞ്ഞിനെ കാഴ്ച കൽപ്പിച്ചിട്ട് ഞങ്ങൾ തിരികെ കൊട്ടാരത്തിലേക്ക് എത്തിക്കൊള്ളാം. ഇങ്ങനെ ആവട്ടെ. അവന് കാഴ്ചവെക്കുവാൻ നമ്മുടെ കൈവശം ധാരാളം കാഴ്ചദ്രവ്യങ്ങളുണ്ട്. നിങ്ങൾ വേഗം പോയി വരൂ. യഹൂദന്മാരുടെ രാജാവ്, യെരൂശലേമിന്റെ അധിപനായ ഹെരോദാവിന് അധികാരം ഒരു ഭ്രാന്താണ്. എത്ര ആസ്വദിച്ചാലും മതിവരാത്ത ഭ്രാന്ത്. അതിനെ തടസ്സം നിൽക്കുവാൻ നാം ആരെയും അനുവദിക്കില്ല. ക്രിസ്തുവിന്റെ ജനനം പ്രവാചക വാഗ്ദാനമാണ്. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കണം. എന്ന് വെച്ചാൽ പ്രവചനം പോലെ സംഭവിക്കുന്നു. ആ ശിശു വളരുമെന്നു സംഭവിക്കാൻ ഇടയുണ്ട് പ്രഭു. ഇല്ല, അങ്ങനെ സംഭവിച്ചുകൂടാ. നാം അത് അനുവദിക്കില്ല. യെരൂശലേമിന്റെ അധിപനാണ് ഹെരോദാവ്. നമുക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇല്ല, വാഴിക്കില്ല. ഞാൻ കൊന്നുകളയും ആ കുഞ്ഞിനെ. അങ്ങനെയെങ്കിൽ ആ ശാസ്ത്രിമാർ തിരികെ കൊട്ടാരത്തിൽ വരാതെ ഇരുന്നാൽ നമ്മുടെ പദ്ധതികളെല്ലാം പൊളിയും. എനിക്കും തോന്നാതിരുന്നില്ല. അങ്ങനെ സംഭവിച്ചാൽ എനിക്കത് ആലോചിക്കാനേ വയ്യ. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ആ ശിശു അവൻ വളരാൻ പാടില്ല. നമ്മുടെ അധികാരം, നമ്മുടെ പദവി, ഇല്ല, നാം അത് അനുവദിക്കില്ല. ആരവിടെ? ബെത്ലഹേമിലും അതിന്റെ പരിസരത്തുമുള്ള 2 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയുക.
ജാതനായി കന്യാമറിയത്തിൽ അത്യുന്നതങ്ങൾ മഹത്വം ഈ ലഘുനാടകം വേദിയിൽ അവതരിപ്പിക്കുവാൻ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചു അഭിനേതാക്കൾ മേഘ മനോജ്, ജിജു കുമ്പളാമ്പൊയ്ക, സാം വെട്ടിയാർ, ബിനു മാവേലി, കിരൺ സാം, ഫെബിൻ ജോർജ്, ഷേറ ഐസക്, ബിജു മൈലപ്ര, സന്തോഷ് ചങ്ങനാശ്ശേരി, ഷിജു കൊട്ടാരക്കര. പശ്ചാത്തല സംഗീതം സാം തിരുവനന്തപുരം. സാങ്കേതിക സഹായം റെജി, ബിജു, ടോണി. നാടകത്തിന്റെ രചന ഷിജു ജോൺ കൊട്ടാരക്കര.